ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ? കാരണം കുത്തുവാക്കുകളും ഒക്കെ ഉണ്ടായിട്ട്. ഇല്ല, കുത്തുവാക്കുകൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നിട്ട് നമുക്ക് ശീലമാണ്. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഇതിലൂടെ പോകും, അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെയാണത് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ വന്ന് അതിനെ കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഒക്കെ ഒരുപാട് കണ്ണുനീരോടെയൊക്കെ ഇരുന്ന സമയങ്ങളുണ്ട്. ഇപ്പൊ ഒന്നും അതൊന്നും മൈൻഡില്ല. അല്ല, ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വിജയിച്ചിട്ടുള്ളത് അല്ലെ അഭിലാഷ് ചേട്ടാ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണ് വിജയിച്ചിട്ടുള്ളത്. ഈ പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയം അല്ല, നല്ല പ്രണയമുണ്ട്. ഉണ്ട്, അതെ. അപ്പൊ ഒരു കാര്യം പറയാൻ ഒരു അവസ്ഥയില് പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഒരു എല്ലാവരും ഒരു മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞ ജീവിതത്തിലൊരു വഴിത്തിരി പോകുന്നതാണ്. എന്റെ ഫ്രണ്ട് ഉണ്ടാവും, അവരിങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രണയത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പെണ്ണെ തേച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആത്മഹത്യ ചെയ്തു. പുള്ളിക്കാര് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ പെണ്ണ് കിട്ടില്ല എന്ന് ആത്മഹത്യ ചെയ്തു. പുള്ളിയുടെ കുടുംബത്തിലുള്ളവർക്ക് നഷ്ടം. അവളിപ്പോ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞു വേറൊന്നല്ല, ചിലവര് ഇങ്ങനെ ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രണയം അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിലത് നല്ലതുകൊണ്ട് ചീത്തയാണ്, ചിലത് ആത്മാർത്ഥമായിരിക്കും. മഹേഷ് പ്രതികാരം കണ്ടാണ് സിനിമ കണ്ടാണ് പാത്ത്. ആ സിനിമ ഒരാളുടെ ജീവിതമാണ്, പക്ഷെ അത് ആർക്കും അറിയില്ല. അതില് മറ്റേ സംവിധായകൻ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്തിരുന്ന ഒരാൾ പറഞ്ഞ കഥയാണ് ആ സിനിമ കൊണ്ടുവരാൻ കാരണം എന്നാണ് പറഞ്ഞത്. അതായത് ഗൾഫിലേക്ക് ഒരാളെ ജോലിക്കായിട്ട് വീടും പറമ്പും എല്ലാം വിറ്റ് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് നേഴ്സാണ്. അപ്പൊ ആദ്യമേക്കും വിളിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ ഇവൻ എന്തെങ്കിലും പൈസക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ അവളൊന്ന് വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാനുള്ള അതിൽ അവളവിടെ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടാകും. അപ്പൊ അവളുടെ സ്വന്തക്കാര് ആരെ മരിച്ചപ്പോഴാണ് വരുമ്പോ കുട്ടി ഫാമിലി ആയിട്ട് വരുന്നത്. അതാണ് ജീവിതം എന്ന് പറയാ. അല്ല, പ്രണയം ഒരാൾക്ക് ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോക്സിക് റിലേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ടോക്സിക് ആകുമ്പോഴാണല്ലോ പലരും ബ്രേക്കപ്പ് ആവുന്നത്. അപ്പൊ അത് ഞാൻ തെറ്റെന്ന് പറയുമ്പോ ആണുങ്ങളുടെ ഭാഗത്തുണ്ട് കേട്ടോ, എന്നാന്ന് പറയുന്നില്ല. ചില പെൺകുട്ടികളൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിലേക്ക് വീഴും, പക്ഷെ എന്ന് പറയുമ്പോൾ അവര് വേറെ ഇതിലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അവരെ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കും. അപ്പൊ പിന്നെ ലേഡീസിന്റെ ഭാഗത്ത് മാത്രമല്ല ജെന്റ്സിന്റെ ഭാഗത്തും അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറയാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രണയത്തിലേക്ക് ഒരു വിജയം ഉണ്ടാവുന്നതാണ്. അല്ല, നമ്മളിപ്പോ ലവ് മാരേജ് അല്ലെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഒരാളെ നമുക്ക് എത്രയെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ പാരന്റ്സ് ഒരിക്കലും സപ്പോർട്ട് അല്ല. ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ചേച്ചിക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുമായിരുന്നു. ഡിസർവിംഗ് ആണ്, പക്ഷെ പാരന്റ്സും കൂടി സപ്പോർട്ട് അല്ല. നാട്ടുകാരെന്ത് പറയുന്നു, അതാണ് മെയിൻ ഡയലോഗ്. നാട്ടുകാരെന്ന് പറയുന്നത് കാര്യത്തിലൊരു കാര്യം പറയാം, പ്രണയമല്ല കേട്ടോ. നമ്മുടെ പെരേര അറിയാം. അതെ. അപ്പൊ എനിക്ക് ഈയിടെ ഒരു കമന്റ് ഞാൻ അവന്റെ ഇതില് ശ്രദ്ധിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പെങ്ങളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു പേജിലിട്ടേക്കുവാണ്. അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പെരേരെ തെറി വിളിക്കുന്നുണ്ട്, പെരേരെ തിരിച്ചൊന്നും പറയുന്നില്ല. ചിലപ്പോ അവന് പറയാൻ അറിയാഞ്ഞിട്ടും അല്ലായിരിക്കും, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഈ ഇതുപോലത്തെ ഫോട്ടോസ് ഒരിക്കലും എടുത്തിരുന്നത് ഇട്ട് കഴിയുമ്പോന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന ഒരാള് ആ കൊച്ചിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം തീർന്നു ഞാൻ കമന്റ് ഇട്ടു. കമന്റ് ഇട്ടപ്പോ അവന് ഇത് കേൾക്കാണ്ട് നമ്മള് തെറി വിളിച്ചു. ഞാൻ പൊതുവെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പൊ ഈയിടെ ഒരു വർക്ക് ചെയ്യാനായിട്ടൊരു ആർട്ടിസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു അഡ്വാൻസ് ഒക്കെ അവള് വാങ്ങിട്ടോ അതിനുള്ളത്. അത് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊരു രാത്രി ഒരു മെസ്സേജ് വന്നേക്കും, നിങ്ങളുടെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചിന്ത കാരണം വെച്ചു ആ രീതിയിൽ ഈ സ്ക്രീൻഷോട്ട് ഇട്ടേക്കും, എന്നിട്ട് ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പൊ എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല, ഇത് എന്താണ് സംഭവം എന്ന് പറയാം. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ മകന്റെ ഫോണിൽ നിന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു, എന്താണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്യാതെ. അല്ല, ഇതുകൊണ്ട് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തെരുവിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് എന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോളുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. ഇത് തെറ്റാണ്, തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ അത് എല്ലാവരും എന്റെ ഈ ടീമിലുള്ളപ്പോ ഞങ്ങൾ ബ്രൈറ്റ് ആണെങ്കിൽ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട സ്ഥലത്ത് പറയണം. കാരണം അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ ഓരോരോ ഫോട്ടോസ് എടുത്തിരുന്നു. ഇത് നമ്മളിപ്പോ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, മിമിക്രി ചെയ്യുക, എന്ത് ചെയ്യണം, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും. ചിലവർ അംഗീകരിക്കും, ചിലവര് പരിഹസിക്കും, അതൊക്കെ ഒരിത്.
അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ വർക്കിൽ ഞാൻ പിന്മാറുവാന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചിലപ്പോ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഈ അടുത്ത ആളെ കണ്ടെത്തി ചെയ്യുമ്പോൾ ഇതിന് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണമാണ് അവര് കണ്ടേക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ചേട്ടാ, നമ്മള് നാട്ടുകാരെ പേരന്റ് ഒരു നാട്ടുകാരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിൽ അഹങ്കാരി എന്നുള്ള ഒരു മുദ്ര ഉണ്ടാവും. അതിപ്പോ എങ്ങനെ നടന്നാലും ഉണ്ടാവും. ഇതിലല്ലടാ, ഇത് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്, അതിന്റെ ഒരു ഭാവിയുള്ളതാണ്. ഇത് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോ ആ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവരും കാണുന്ന സംഭവമാണ് അല്ലെ. അതിന് മാത്രം ഞാൻ പറഞ്ഞതിനാണ് ഉടക്കുണ്ടായിരുന്നത്, മനസ്സിലായി. അല്ലാണ്ട് നമുക്ക് ആ പുള്ളി ആ വ്യക്തിയോട് നമുക്ക് ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഡിലേറ്റ് ആക്കുന്ന പറഞ്ഞോളൂ, മനസ്സിലായി. ഞാൻ ഡിലേറ്റ് ആക്കിയോളാം, ഇത് മോശമായ പരിപാടിയാണെന്ന് പറഞ്ഞു ഉള്ള രീതി പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെയും പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞു. ഇത്ര സംഭവം ഉള്ളൂ.